ഹായ് അസ്സാം വലൈക്കും, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഷാദ് പാലക്കാട്. ഇന്നൊരു അടിപൊളി വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് നിങ്ങൾക്കിവിടെ കാണാൻ കഴിയും. വളരെ മനോഹരമായ ഒരു തേക്കിൻ തൊട്ടിയുടെ മുന്നിലാണ് നിൽക്കുന്നു കേട്ടോ. തേക്കിന് കാടെന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. കാരണം അത്ര അധികം തേക്ക് മരങ്ങൾ തിങ്ങി നിറഞ്ഞിലെ അടിപൊളി ഒരു പ്രോപ്പർട്ടിയാണ് നമ്മളിന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. തേക്കിൻ കാടെന്നൊക്കെ കേൾക്കുമ്പോൾ ഇതൊരു കാടും പരിസരമാണെന്ന് കരുതരുത് കേട്ടോ. വളരെ അടിപൊളി റോഡ് അരികിലാണ്, ഒരു ബസ് റൂട്ടിൽ റോഡ് സൈഡിൽ തന്നെയാണ് നമ്മളിത് കാണിക്കാൻ പോകുന്ന ഒരു പ്രോപ്പർട്ടി. ഇതിനു മുമ്പ് നമ്മൾ നിരവധി പ്രാവശ്യം ഈ ഒരു പരിസരമൊക്കെ കാണിച്ചിട്ടുണ്ടാവും അല്ലേ. നിങ്ങൾക്ക് ഈ ഒരു പ്രദേശം കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും അല്ലേ. അതായത് നമ്മൾ പത്തിരിപ്പാല ടൗൺ നമുക്ക് എല്ലാവർക്കും അറിയാൻ പറ്റില്ലേ. അപ്പോൾ പത്തിരിപ്പാല ടൗണിൽ നിന്നും വളരെ അടുത്തുള്ളൊരു പ്രദേശമാണ് ചേറുംപാല അല്ലേ. ചേറുംപാല ജുമാ മസ്ജിദിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നൊരു വഴിയാണത് അല്ലേ. ഇതിനു മുമ്പ് നമ്മൾ കാണിച്ച പ്രോപ്പർട്ടിയൊക്കെ അല്ലേ, ഇതാ നിങ്ങൾക്ക് കണ്ടാൽ ചിലപ്പോൾ തിരിച്ചറിയുണ്ടാവില്ല അല്ലേ. കാരണം ഇതിനു മുമ്പ് നമ്മൾ കാണിച്ച ഇതേപോലുള്ളൊരു തേക്കും പറമ്പ് തന്നെ അല്ലേ. കുറച്ച് തേക്കും മരങ്ങളും സാധാരണ മരങ്ങളൊക്കെ ഉള്ള ഒരു പ്രോപ്പർട്ടി തന്നെയാണ് ഈ കാണുന്നത്. നമ്മൾ വളരെയധികം സന്തോഷമുണ്ട് കാണുമ്പോൾ. കാരണം അത് നമ്മൾ വാങ്ങിച്ചു കൊടുത്ത ഒരു പ്രോപ്പർട്ടിയിൽ വളരെ മനോഹരമായ ഒരു വീടൊക്കെ വന്നിട്ടുണ്ട് അല്ലേ. എന്തായാലും ദൂരെയുള്ള നമ്മുടെ ഒരു കസ്റ്റമറാണ് ഇത് വാങ്ങിച്ചത് അല്ലേ. ഹൈദരാബാദിലുള്ള നമ്മുടെ ഒരു ഡോക്ടർ സാറാണ് ഇത് മേടിച്ചത്. എന്തായാലും അതേപോലെ ഈ ഒരു റോഡ് അരികിലെന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാ വാഹനങ്ങളും വന്നു പോകുന്ന, അത് മാത്രമല്ല ഒരു ബസ് റൂട്ട് കൂടെ ആണെന്ന് പറഞ്ഞല്ലോ അല്ലേ. പത്തിരിപ്പാല ജംഗ്ഷനിൽ നിന്നും ഒരു 1.5 കിലോമീറ്റർ മുന്നിലേക്ക് വരും. 1.5 കിലോമീറ്റർ വേണ്ട അല്ലേ, വളരെ അടുത്താണ്. 1 കിലോമീറ്റർ വരുമ്പോൾ നമ്മൾ നെഗരിപ്പുറം ജംഗ്ഷനൊക്കെ കാണാൻ പറ്റും അല്ലേ. ആ നെഗരിപ്പുറം ജംഗ്ഷനിൽ നിന്ന് നേരെ ഇങ്ങോട്ട് വരുന്ന ഒരു ബസ് റൂട്ടാണ്. നമ്മളെ ഒരു കോളേജിലെ ഒരു കോളേജ്, അതുപോലെ തന്നെ നമ്മുടെ നെല്ലിക്കാട് സ്കൂള്, ആ സ്കൂൾ കഴിഞ്ഞ് അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ചേറുംപാല ജുമാ മസ്ജിദ്, അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ വരുന്ന ഒരു റോഡാണ്. ഈ റോഡ് നേരെ പോകുന്നത് നമ്മുടെ മണ്ണൂർ, കൊട്ടക്കുന്ന്, അതേപോലെ മണ്ണൂർ ജംഗ്ഷനിലേക്കല്ലേ, അതേപോലെ അമ്പലപ്പാറയിലേക്കൊക്കെ തിരിഞ്ഞു പോകുന്ന ഒരു റോഡാണത്. അപ്പോൾ വളരെ അടുത്തുള്ള, അതായത് ടൗണിൽ നിന്ന് പറയുമ്പോൾ പത്തിരിപ്പാലം മൗണ്ട് സീനിയർ സ്കൂളൊക്കെ നിങ്ങൾക്ക് അറിയാമായിരിക്കും. ആ ഭാഗത്തൊക്കെയുള്ള ആളുകൾ തീർച്ചയായിട്ടും അവിടെയൊക്കെ വർക്ക് ചെയ്യുന്ന ടീച്ചേഴ്സും പലരും വിളിക്കാറുണ്ട്. ഈ പരിസരത്ത് വീടിനൊക്കെ അനുയോജ്യമായ സ്ഥലങ്ങൾ നമുക്ക് കാണിക്കാൻ പറ്റുമോ എന്നൊക്കെ നിഷാദ എന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ എന്തായാലും വളരെ സന്തോഷമാണ്. നമുക്ക് ആ പരിസരം എന്ന് പറയുമ്പം ടൗണിൽ നിന്ന് വളരെ അടുത്തുള്ളൊരു പ്രദേശവും എന്നാൽ എല്ലാ വാഹനങ്ങളും വന്നു പോകാൻ സൗകര്യമുള്ളതുമായ നല്ല അത്യാവശ്യം ജലലഭ്യതയുള്ള പ്രദേശം അല്ലേ. നമ്മൾ തൊട്ടടുത്ത് വീടൊക്കെ വന്നപ്പോൾ നമ്മൾ കിണറൊക്കെ കുത്തി എന്താ പറയുക, ടാങ്ക് വരെ അല്ലേ, അതിൻ്റെ എല്ലാ A to Z നമ്മളാണ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത്രയും നമുക്ക് ഉറപ്പുള്ള സ്ഥലങ്ങളാണ്. അതായത് വാങ്ങിച്ചു കഴിഞ്ഞാൽ ആർക്കും ഒരു ബുദ്ധിമുട്ട് വരില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു ബോർഡ് കാണാൻ കഴിയും, പ്ലോട്ട് ഫോർ സെയിൽ എന്ന്. ഇതിനകത്ത് നമ്പർ ഉണ്ട്, നിങ്ങൾക്ക് ആ നമ്പറിലേക്ക് വിളിക്കാം. ഉടമസ്ഥൻ നേരിട്ട് ഏൽപ്പിച്ച ഒരു പ്രോപ്പർട്ടിയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഉടമസ്ഥനുമായിട്ട് നേരിൽ സംസാരിക്കാം. എന്തായാലും നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടി ഒന്ന് നടന്ന് കണ്ടു നോക്കാമല്ലോ. നല്ല അടിപൊളി തേക്കിൻ മരങ്ങളാണ് കേട്ടോ. എണ്ണാൻ കഴിയില്ല, കാരണം നിരയായി വരിയായി വളരെ എന്താ പറയുക, സ്കൂൾ അസംബ്ലിക്ക് നിൽക്കുന്ന പോലെ അടിപൊളിയായിട്ട് ഇഷ്ടം പോലെ തേക്ക് മരങ്ങൾ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഒന്ന് നടന്ന് നോക്കിയാലോ അല്ലേ. ഇടയിൽ വേറെ മരങ്ങളൊക്കെ കാണാനുണ്ട്, പക്ഷെ തേക്ക് തന്നെയാണ് ഹൈലൈറ്റ് അല്ലേ. ഒരു 36 സെൻറ്റ് സ്ഥലമാണ് കേട്ടോ. 36 സെൻറ്റ് സ്ഥലം എന്ന് പറയുമ്പോൾ ഇതാ ഇങ്ങനെ കുറച്ചധികം നടക്കണം. വലിയ മരങ്ങളൊക്കെ വെട്ടിയിട്ടുണ്ട്. ഇപ്പോൾ വെട്ടിയല്ലോ കേട്ടോ, നമ്മൾ സ്ഥലം കൊടുക്കണമെന്ന് വെച്ചിട്ട് സഡൻലി വെട്ടിയ മരങ്ങളല്ല. 5-6 മാസങ്ങൾക്ക് മുമ്പ് വെട്ടിയിട്ട തേക്കിൻ മരങ്ങളാണ്. വീട് പണിയൊക്കെ ആവശ്യത്തിന് വേണ്ടി വെട്ടിയതാണ്. അപ്പോൾ അതവർ കൊണ്ടുപോകും. ബാക്കിയുള്ള ഈ ഇങ്ങനെ എന്താ പറയുക, നെഞ്ച് വിരിച്ച് നിൽക്കുന്ന ഈ തേക്കും മരങ്ങളൊക്കെ സ്ഥലം വാങ്ങിക്കുന്നവർക്ക് സ്വന്തം എന്ന് പറയാം അല്ലേ. ഇതാ നല്ല കാതലുള്ള മരങ്ങളൊക്കെ ഉണ്ട് അല്ലേ. നമുക്ക് തേക്കിനെ പറ്റി മരത്തിനെ പറ്റി അധികം അറിയില്ല, അതുകൊണ്ട് അധികം വർണ്ണിച്ച് പറയണില്ല. എങ്കിലും ഫ്യൂച്ചറിൽ ഇവനൊക്കെ അല്ലേ നല്ലൊരു വമ്പൻ മരമായിട്ട് മാറും അല്ലേ. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ഇതാ അത് വരെ ഉണ്ട്. പുറകിലൊക്കെ വീടുകളുണ്ട് കേട്ടോ, ധാരാളം വീടുകളുണ്ട്. പുതിയ വീടുകൾ പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതേപോലെ തൊട്ടടുത്തൊക്കെ ധാരാളം അയൽവാസികളൊക്കെ ഉള്ള ഒരു ഏരിയ തന്നെയാണ്. പിന്നെ ഇതാ ഇങ്ങനെ സ്ഥലത്തിൻ്റെ ഒരു കിടപ്പ് വശം നമ്മളിങ്ങനെ കാണിച്ചു തരാം. ഇവിടുന്ന് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ താഴേക്ക് പോവും. കുറച്ച് കാട് പിടിച്ച് കിടക്കായിരുന്നില്ല, അതൊക്കെ വെട്ടി വൃത്തിയാക്കിയത് വന്ന് കാണാനൊക്കെ എളുപ്പമാണ്. അപ്പോൾ സ്ഥലമൊക്കെ കാണാൻ വരുന്ന ആളുകളെ പത്തിരിപ്പാലെന്ന് വരുമ്പോൾ നമുക്ക് നഗരിപ്പുറം വഴി വരാമെന്ന് പറഞ്ഞു. അതെല്ലാം മണ്ണൂർ വഴി വരികയാണെങ്കിൽ നമുക്ക് മണ്ണൂരിൽ നിന്ന് എന്ത് ചെയ്യാം, പിന്നെ ഇങ്ങനെ കൊട്ടക്കുന്ന് വഴി കയറിയിട്ട് ആ ജംഗ്ഷനിൽ നിന്ന് ഇങ്ങനെ തിരിഞ്ഞ് ലെഫ്റ്റ് തിരിഞ്ഞ് ഇങ്ങനെ വരാം അല്ലേ. ഇപ്പോൾ 2 ഭാഗത്തും വഴിയുണ്ട്. മണ്ണൂർ പഞ്ചായത്തിൽപ്പെട്ട സ്ഥലം തന്നെയാണ്. പിന്നെ ഇതാ ഇവിടുന്ന് ഇങ്ങനെ വന്ന് റോഡിൽ നിന്ന് അത്യാവശ്യം നല്ല ഫ്രണ്ടേജ് നമുക്ക് റോഡ് നമ്മൾ കണ്ടു കഴിഞ്ഞു. താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടുന്ന് ഇതാ ഈ കാട് വെട്ടി വൃത്തിയാക്കിയ സ്ഥലമാണ് കേട്ടോ. അതിൻ്റെ അപ്പുറത്തേക്ക് ഉണ്ടാവില്ല, കമ്പിവേലി ഉണ്ട് ചുറ്റും, നമുക്ക് അതിരൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ വന്നതാ ഇങ്ങനെ
അതേ അത് വരെ ഉണ്ട്. അപ്പോൾ ഒരു വീട് വെച്ചാലും അല്ലേ, കുറച്ച് മരങ്ങളൊക്കെ എടുത്ത് മാറ്റി നമുക്ക് വീട് വെച്ചാലും വീണ്ടും ഇഷ്ടംപോലെ സ്ഥലങ്ങൾ ബാക്കിയാണ്. പിന്നെ അറ്റത്ത് വേറെ മരങ്ങളൊക്കെ കാണാനുണ്ട്, മഹാഗണിയാന്ന് തോന്നുന്നു കാഴ്ചയിൽ അല്ലേ. അപ്പോൾ അടിപൊളി, എന്താ പറയുക, ആരും വന്ന് കണ്ടാൽ ഇഷ്ടപ്പെടും. കാരണം ഇതൊക്കെ ഫ്യൂച്ചറിലൊരു മുതലാവുന്നല്ലേ. വലിയ വലിയ മരങ്ങളായി കഴിഞ്ഞാൽ ഇത് വെട്ടിക്കൊടുത്താൽ തന്നെ നമുക്ക് ഈ 36 സെൻറ്റ് സ്ഥലം വാങ്ങിച്ച പൈസയൊക്കെ നമുക്ക് മുതലാവും. അപ്പോൾ എന്തായാലും നമുക്ക് ഇങ്ങനെ കൂടുതലൊന്നും വലിച്ചു നീട്ടി പറയാനില്ല. ഉടമസ്ഥൻ നേരിട്ട് ഏൽപ്പിച്ച പ്രോപ്പർട്ടിയാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഇനി പെട്ടെന്ന് നമ്മളെന്ത് ചെയ്യാം, വിലയും കൂടി പറഞ്ഞു കഴിഞ്ഞാൽ അല്ലേ എന്തായാലും കാര്യത്തിലേക്ക് കിടക്കും. വില പറയാം, നമുക്ക് റോഡിലേക്ക് തന്നെ പോകാം. റോഡിൽ പോയിട്ട് പെട്ടെന്ന് വില പറയാം അല്ലേ. അപ്പോൾ നമ്മൾ ഈ ഒരു മനോഹരമായ പ്രോപ്പർട്ടി കണ്ടു കഴിഞ്ഞല്ലേ, അതായത് തേക്ക് മരങ്ങൾ കൊണ്ട് സമ്പൽ സമൃദ്ധമായ ഒരു 36 സെൻറ്റ് സ്ഥലം. അത് മാത്രമല്ല റോഡരികിലാണെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി കൂടുതൽ ഒന്നും പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ ഉടമസ്ഥൻ നേരിട്ട് ഏൽപ്പിച്ച ഒരു പ്രോപ്പർട്ടി ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അദ്ദേഹവുമായിട്ട് നേരിട്ട് വിളിക്കാം, സംസാരിക്കാം, വാട്സപ്പ് ചെയ്യാം. 2 നമ്പറാണ് ഞാൻ കൊടുക്കുന്നത്. നിങ്ങൾ നേരത്തെ ആ ഫ്ലെക്സിൽ കണ്ട നമ്പറിൽ വിളിക്കാം. അതല്ലാതെ ഒരു വിദേശത്തുള്ളൊരു വാട്സപ്പ് നമ്പറും നാട്ടിലുള്ളൊരു നമ്പറും അല്ലേ, ഈ 2 നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. വിലയിലൊക്കെ എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് സംസാരിക്കാം. എന്തായാലും കൂടുതലൊന്നും വില പറയുന്നില്ല. കൊടുക്കണം എന്നുള്ള ഒരു ഉദ്ദേശം ഉള്ളതുകൊണ്ട് വളരെ മാന്യമായൊരു വില അല്ലേ, 1,25,000 രൂപ അല്ലേ, 1.25. അപ്പോൾ അത് അത്ര മാത്രമാണ് വിലയായിട്ട് ചോദിക്കുന്നത്. അപ്പോൾ ഈ ഒരു വില ഇങ്ങനെ പറയുമ്പോൾ ചില ആളുകൾ പറയും, നമ്മൾ ഉൾപ്രദേശങ്ങളൊക്കെ കാണിക്കുമ്പോൾ 1.5, 2 പറയാറുണ്ട്. അപ്പോൾ എന്താണ് 1.25 കുറഞ്ഞു പോയെന്നൊക്കെ ചില ആളുകൾ ചോദിക്കാറുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, കൊടുക്കണം എന്നുള്ള ഉദ്ദേശമുള്ളതുകൊണ്ട് മാത്രമാണ് ഒരു കൊടുക്കാവുന്ന ഈ ഒരു മാർക്കറ്റ് റേറ്റ് ഈ ഒരു പ്രദേശത്തിൻ്റെ വിലയ്ക്ക് അല്ലേ. നമ്മൾ ഈ ഒരു പരിസരത്ത് ധാരാളം സ്ഥലങ്ങൾ കാണിച്ചിട്ടപ്പോൾ നിങ്ങൾക്ക് അറിയാമായിരിക്കില്ലേ, പ്രത്യേകം നമ്മൾ പറയേണ്ട ആവശ്യം. അപ്പോൾ 1.25 എന്നുള്ളത് വളരെ മാന്യമായൊരു വില തന്നെയാണ് തീർച്ചയായിട്ടും. അപ്പോൾ ഒരു റോഡ് ഫ്രണ്ടേജില്ലേ, ഇത്രയും ഇതൊരു 36 സെൻറ്റിൽ നമുക്കൊരു ഇലക്ട്രിക് പോസ്റ്റ് നമുക്കിവിടെ കാണാനുണ്ട് അല്ലേ. ഈ ഒരു ഇലക്ട്രിക് പോസ്റ്റിൻ്റെ അവിടുന്ന് അടുത്ത ഇലക്ട്രിക് പോസ്റ്റും കഴിഞ്ഞൊരു 1.5 പോസ്റ്റ് ദൂരം അല്ലേ, ഇത്രയും നാണ് നമുക്ക് റോഡ് ഫ്രണ്ടേജ് ഉള്ളത്. 1, 2, 3, 4, 5, 6, 7, 8, 9, 10 ഏകദേശം 10ഓളം മരങ്ങൾ ഈ വരിയിൽ തന്നെ നമുക്ക് കാണാനുണ്ട്, തേക്ക് മരം. അപ്പോൾ അതിൻ്റെ വരിയായിട്ട് പുറകിലേക്കും ധാരാളം മരങ്ങളുണ്ട് അല്ലേ. പിന്നെ ഞാൻ പറഞ്ഞ പോലെ മഹാഗണിയും അതും ഇതൊക്കെ ആയിട്ട് അപ്പുറപ്പുറമൊക്കെ ഓരോ സൈഡിലൊക്കെ ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു 1.25 ലക്ഷം രൂപ കൊടുത്ത് വാങ്ങിച്ച ആൾക്ക് ഒരിക്കലും നഷ്ടമാവില്ല അല്ലേ. ഒന്നും ചെയ്ത പല ആളുകളും ഭൂമിയൊക്കെ വാങ്ങിയിട്ട് വെറുതെ ഇങ്ങനെ ഇടാറുണ്ട്. അങ്ങനെ ഒരു 4-5 വർഷം അല്ലെങ്കിൽ ഒരു 10 വർഷം കഴിഞ്ഞാലും ഈ ഒരു ഭൂമി വാങ്ങിച്ച ആൾക്ക് ഒരു നഷ്ടം വരല്ല, ഒന്നും ചെയ്തില്ലെങ്കിൽ കൂടി. കാരണം ഒന്നും ചെയ്യാനില്ല, കാരണം മരങ്ങളൊക്കെ വേര് പിടിച്ച് കേടുകളഞ്ഞ മരങ്ങളാണ് ഇങ്ങനെ നിവർന്ന് നിൽക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും വാങ്ങിക്കുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്ന തീർച്ചയാണ്. അപ്പോൾ 1.25 ലക്ഷം രൂപ വെച്ച് 36 സെൻറ്റ് സ്ഥലം വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ വിളിക്കുക, അല്ലെങ്കിൽ വാട്സപ്പ് ചെയ്യുക അല്ലേ. പിന്നെ ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. എങ്കിലും വിളിക്കുന്ന ആൾക്ക് വഴി തെറ്റാതെ വരാൻ ലൊക്കേഷൻ നമ്മൾ ഗൂഗിൾ മാപ്പ് ഇതിനകത്ത് ആഡ് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ വാട്സപ്പ് ചെയ്യുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും വാട്സപ്പ് ചെയ്ത് തരുന്നതായിരിക്കും ലൊക്കേഷൻ അല്ലേ. അപ്പോൾ ഇനി വേറെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. സാധാരണ നമ്മൾ പറയാറുണ്ടല്ലോ, ഓരോ പ്രോപ്പർട്ടികൾ നമ്മൾ വാങ്ങുമ്പോഴും വിൽക്കുമ്പോഴും ഓണറിൽ നിന്ന് 2%, ബയറിൽ നിന്ന് 1% ഇങ്ങനെയാണ് നമ്മൾ കമ്മീഷനായിട്ട് വാങ്ങിക്കാറുള്ളത് അല്ലേ. എന്തായാലും അതെല്ലാം വീഡിയോയിൽ നമ്മൾ മറക്കാതെ പറയാറുണ്ട്. അപ്പോൾ മോർ ഒന്നും പറയാനില്ല. ഡോക്യുമെൻറ്റ് കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിരിക്കും. നിങ്ങളെ വിളിച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കുക. അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്ന ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോ മറ്റു വീണ്ടും കാണാം. അതൊരു ബൈ.